അഴിത്തല ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അഴിത്തല ബീച്ച് കടലിലോട്ടുള്ള ഒരു കല്ലുകൊണ്ട് വെച്ച ഒരു കടൽപ്പാലം പോലുള്ള ഒരു സ്ഥലമാണ്. രണ്ട് സൈഡുണ്ട്, ഒന്ന് ഈ സൈഡിലും ഒന്ന് അങ്ങ് അവിടെ സൈഡിലായിട്ടാണ് വരുന്നത്. രണ്ട് സൈഡിലായിട്ടാണ് കടലിൻ്റെ. വളരെ മനോഹരമായൊരു വ്യൂ ആണ് ഇവിടെ മൊത്തം. ഞാൻ അന്ന് പോയത് അങ്ങായിരുന്നു. ഇതാണ് അഴിത്തലയിലെ കടൽപ്പാലം. അതാണ് ശരിക്കത്. അത് അപ്പുറമുള്ളത് കടലിലോട്ട് മാത്രം തള്ളി നിൽക്കുന്ന ഇതാണ്. കരകയറ്റ് അതിനൊരു ബന്ധവുമില്ല. ഇപ്പുറമുള്ളത് കരക്ക് മുട്ടിയിട്ട് ഉള്ളതാണ്. ഇവിടെ കുറേ ആൾക്കാർ മീൻ പിടിക്കാൻ പോകുന്നുണ്ട്. ഫിഷിംഗ് റോഡൊക്കെ എടുത്തിട്ട് മീൻ പിടിക്കാൻ പോകുന്നുണ്ട്. മോഡേൺ ഫിഷിംഗ് റോഡും ഉണ്ട്, പഴയ ഡങ്കീസും കണ്ണിയും വെച്ചിട്ടുള്ള ആൾക്കാരും ഉണ്ട്. ചേട്ടൻ്റെ അവിടെ മീൻ കിട്ടിയെന്നാണ് തോന്നുന്നത്. കിട്ടിയോ? കിട്ടിയിട്ടുണ്ടാ? ഇത് കുടുങ്ങി കിടന്നു, കല്ലിൻ്റെ ഇടയിൽ കുടുങ്ങി കിടന്നു എന്നാണ് ചേട്ടൻ പറയുന്നത്. അവിടെ ആയിട്ട് കുടുങ്ങി കിടന്നു. വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ബിഗിനേഴ്സ്, അതായത് ചെറിയൊരു റോഡും ഒരു റീലും വാങ്ങിക്കുക. ആദ്യം റൈഡർ ലൈൻ അങ്ങനെയുള്ള കടയിൽ നിന്ന് തന്നെ സെറ്റ് ചെയ്തത്. മീനുള്ള സ്ഥലവും, അതായത് ഇവിടുത്തെ നമ്മൾ എവിടെ നമ്മൾ ഫിഷിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ഒരു ചില ഭൂമി ശാസ്ത്രം എന്താ വെച്ചാൽ നിങ്ങൾ മീനിൻ്റെ സൈസ്, വെള്ളത്തിൻ്റെ ഒഴുക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് തീരെ എന്താണെന്നുള്ളത് കണ്ടെത്താം. അതിനുശേഷം സാധാരണയായിട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ അല്ലേ? അല്ലാതെ ഇതിന് വലിയൊരു ട്രെയിനിങ്ങോ അല്ലെങ്കിൽ കോഴ്സോ ഒന്നും ഇല്ല. ഇതിലിപ്പോൾ നമ്മൾ ദിവസം തോറും നിങ്ങൾ കൂടുതലായി നിന്ന് പഠിച്ചു വരിക. അതുപോലെ ഇപ്പോൾ ഒരുപാട് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു സൈസ് ആണല്ലേ? ഇതിപ്പോ ഏതാ മീൻ നമ്മുടെ ഇവിടെ ഉള്ളത്? ചെമ്പല്ലി. ചെമ്പല്ലി ആണല്ലേ? ഇത് സീ വാട്ടർ, സാൾട്ട് വാട്ടർ ഫിഷ് ആണല്ലേ? ഇത് സാൾട്ട് വാട്ടർ ഫിഷ് ആണ്. കാരണം ഇത് നമ്മൾ കടലിൽ നിന്ന് കയറി വരികയാണ്. ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ രണ്ട് വെള്ളത്തിലും ഉള്ള മീനുകൾ കിട്ടും നമുക്ക്. ഇത് ചെമ്പല്ലി എന്ന് വെച്ചാൽ നമ്മൾ മാറി നിൽക്കുമ്പോഴത്തേക്കും ക്രമേണ കളർ മാറി. ഓ ഓക്കെ ഓക്കെ. ഇതിൽ ഒരു ഈലിനെ പോലുള്ള ഒരു ഫിഷും കൂടെ നമ്മൾ കണ്ടല്ലോ. അതേതാ? നീഡൽ ഫിഷ്. അതും കഴിക്കാൻ പറ്റിയതാണ് ആണല്ലേ? ചേട്ടൻ ചെമ്മീനെ കോർത്തിട്ട് എറിയാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചേട്ടൻ പിടിച്ച മീൻ നോക്കുകയാണ് നമ്മൾ. അയ്യോ, ഒരടാറ് മീനാണ്. ഇതിൽ പോയി പുറത്തേക്ക് എടുത്തടാ. കെട്ടി വെച്ചിട്ടുണ്ട്. ചേട്ടൻ പുറത്തേക്ക് എടുത്തു. ഇതിൽ രണ്ട് മീനുണ്ട്. ഒന്ന് ഈലിനെ പോലുള്ളൊരു മീനാണ്, ഒന്ന് നമ്മുടെ കാർപ്പ്, റെഡ് കാർപ്പ് ടൈപ്പ് മീനാണ്. കിട്ടല മീനാണ്. ചേട്ടൻ ഫിഷിംഗ് റോഡ് വെച്ചൊക്കെ ഭയങ്കര സയൻറ്റിഫിക്കായിട്ട് പിടിച്ചു വെച്ചൊക്കെയാണ്. ഇവിടെ മൊത്തം മീൻ പിടിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ അബൂബക്കർ ചേട്ടൻ മീൻ പിടിക്കുന്നത് കണ്ടു. ചേട്ടൻ്റെ ഫിഷിംഗ് എക്യുപ്മെൻറ്റ്സ് ആൻഡ് സാധനങ്ങളാണ് ഇത് മൊത്തം. ആക്ച്വലി ഭയങ്കര
ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണിത്. ഇന്ന് കുറച്ച് മഴക്കാറൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്കിങ്ങനെ ഈ വ്യൂ ഇങ്ങനെ കിട്ടുന്നത്. അല്ലെങ്കിൽ നല്ല സൺസെറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര വ്യൂ ആയിരിക്കും. ഇന്ന് ചെറിയൊരു മഴക്കാറുണ്ട്, അതുകൊണ്ടാണ് മേഘങ്ങളും ഒക്കെ മൂടിയിട്ട് നമുക്ക് വേണ്ടതുപോലെ ഒരു നല്ലൊരു വ്യൂ ഇവിടെ കിട്ടുന്നില്ല. കുറേ ആൾക്കാരുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ വ്യൂ കാണാൻ വന്നവരുണ്ട്, മീൻ പിടിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, കുറേ പേരുണ്ട്. സൈഡിൽ ബീച്ചാണ്. അതാണ് അഴിത്തല ബീച്ച്. അങ്ങോട്ടേക്കാണ് അഴിത്തല ബീച്ച്. അഴിത്തല ബീച്ചിൻ്റെ അല്ലെങ്കിൽ അഴിത്തല കടൽപ്പാലത്തിൻ്റെ ഒരറ്റം വരെ നടന്നു പോവുകയാണ്. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ഈവനിങ് കാണാൻ വേണ്ടിയിട്ട്, ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതാണ് അഴിത്തല കടൽപ്പാലത്തിൻ്റെ കോർണർ അറ്റ് ദ ടിപ്പ് ഓഫ് ദ വേൾഡ്. നല്ല തിരയടിക്കുന്ന സമയമാണ്, ഹൈ ടൈഡ് തുടങ്ങുന്ന സമയമാണ്.